മക്കളെ, അപ്പോൾ അതെ എല്ലാവരും അടിപൊളിയായിട്ട് സുഖമായിട്ടിരിക്കുകയായിരിക്കും അല്ലേ? അപ്പോൾ അതാ നിങ്ങൾ എല്ലാവരും കാണുന്നുണ്ടായിരിക്കും മിസ്സിൻ്റെ ബാക്കിൽ കളർഫുൾ ആയിട്ടുള്ള ഒരു പടത്തിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ആരാണിത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകമെമ്പാടും പ്രശസ്തനായിട്ടുള്ള നമ്മുടെ സ്വന്തം കലാം സാറാണ് അല്ലേ? APJ അബ്ദുൽ കലാം സാറാണ് ഇരിക്കുന്നത്. ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എന്താണ് ഓർമ്മ വരുന്നത്? നമ്മുടെ മിസൈൽ മാൻ ആണ് അല്ലേ? നമ്മുടെ ഇന്ത്യയുടെ തന്നെ മിസൈൽ മാൻ ആണ് നമ്മുടെ APJ അബ്ദുൽ കലാം സാർ. നമ്മുടെ ഫോമർ പ്രസിഡന്റ് ആയിരുന്നു, നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിട്ട് സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോഴും എന്താണ് നമ്മുടെ കലാം സാർ മരിച്ചെങ്കിലും ഇപ്പോഴും എല്ലാവർക്കും കലാം സാറിനെ കുറിച്ച് പറയുമ്പോൾ 100 നാവാണ് അല്ലേ? എപ്പോഴും കലാം സാർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷം അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലേക്ക് ഓർമ്മ വരും. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, ഈ ലോകത്ത് ഒരാൾ പോലും കലാം സാറിനെ കുറിച്ച് ഒരു പരാതിയോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവോ പറയാനില്ലാത്തൊരാൾ അല്ലേ? അത്രയും ഹോണറബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ കലാം സാർ. കലാം സാറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരുപാട് കോട്ട്സ് ആണ്. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്നും ഇൻസ്പിറേഷണൽ ആയിട്ട് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണ എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യും അല്ലെങ്കിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ അതൊന്നും ചിലപ്പോൾ അവരുടെ ലൈഫിൽ പ്രവർത്തിച്ച് അവർ കാണിക്കണമെന്നില്ല. പക്ഷേ കലാം സാർ എന്തായിരുന്നു? അദ്ദേഹം പറഞ്ഞതെല്ലാം അദ്ദേഹത്തിൻ്റെ ലൈഫിലൂടെ അദ്ദേഹം തെളിയിച്ച് കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കലാം സാർ. ഇപ്പോൾ കലാം സാർ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും വലിയൊരാളാണല്ലോ, അപ്പോൾ എന്തായാലും വലിയൊരാളായിട്ടാരും ജനിച്ചിട്ടുണ്ടായിരിക്കുക എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ കലാം സാർ സാധാരണ ഒരു കുടുംബത്തിൽ, നമ്മുടെ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് സാധാരണ ഒരു വീട്ടിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ് നമ്മുടെ കലാം സാർ. എന്നിട്ടും എന്തായി? നമ്മുടെ കലാം സാർ വലിയ ഉയരങ്ങളിലേക്ക് എത്തിയില്ലേ? വലിയൊരു ഉയരത്തിലേക്ക്. ഇത് കണ്ടോ, പഴയ ഒരു പിക്ചർ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച ആളാണ് നമ്മുടെ കലാം സാർ. അതിനുശേഷം ഇപ്പം എന്തായി? നമ്മുടെ കലാം സാർ ലോകം മുഴുവൻ അറിയുന്ന ഒരു വലിയ ആളായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഹാർഡ് വർക്ക് തന്നെയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, നമ്മളിപ്പോൾ സാധാരണ ഒരു ഫാമിലിയിലല്ലേ, നമുക്ക് എങ്ങനെ ഇത്ര വലിയ ആൾക്കാരൊക്കെ ആവാൻ പറ്റുമെന്ന് അല്ലേ? അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച നമ്മുടെ കലാം സാറിന് ഇന്ത്യയുടെ രാഷ്ട്രപതി ആവാൻ കഴിഞ്ഞെങ്കിൽ നമുക്ക് ആരൊക്കെ ആവാൻ പറ്റും അല്ലേ? ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ കലാം സാറിൻ്റെ ഡ്രീംസിനെ കുറിച്ചിട്ടുള്ള സ്വപ്നം നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ്? നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല, നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിരിക്കണം എന്തെന്ന് പറയുന്നത് നമ്മുടെ ഡ്രീംസ് എന്ന് പറയുന്നത് അല്ലേ? നമുക്ക് എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ 5ലോ 6ലോ എല്ലാം ആയിക്കോട്ടെ, നിങ്ങൾ ഏത് ക്ലാസ്സിലാണോ പഠിക്കുന്നത്, നിങ്ങൾ ഈ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതാണോ ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ വലിയ രാഷ്ട്രപതി ആണെന്നൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു ഡ്രീം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡ്രീം ഉണ്ടാവണം. പക്ഷെ അതെന്ന് പറയുന്നത് നാളെ എനിക്കൊരു പാട്ടുകാരനാവണം, അല്ലെങ്കിൽ നാളെ എനിക്കൊരു ഡാൻസർ ആവണം, ടീച്ചർ ആവണം, ഡോക്ടർ ആവണം, അങ്ങനെ വെറുതെ അല്ലെങ്കിൽ ക്ലാസ് അടുത്ത ഒരു ടെസ്റ്റ് പാസ്സാവണം. അത് നമ്മുടെ ഡ്രീംസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളതിനെ ആ ഒരു ഡ്രീമിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ നിരന്തരം നമ്മളിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യില്ലേ? ഉള്ളിൽ നിന്ന് തന്നെ നമ്മളെ എന്ത് ചെയ്യണം? ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ടീച്ചർ ആവാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു ബെസ്റ്റ് ടീച്ചർ ആവാനായിട്ട് ആഗ്രഹിക്കണം. വെറും ഒരു ടീച്ചറല്ല, വെറുതെ ഒരു ടീച്ചർ ആവില്ല, പേരിനൊരു ടീച്ചറല്ല, അത് ബെസ്റ്റ് ടീച്ചർ. ഈ നമ്മുടെ എല്ലാ കുട്ടികൾക്കും, നമ്മൾ പഠിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും റോൾ മോഡൽ ആക്കാൻ പറ്റുന്ന ഒരു ടീച്ചർ ആവുക. അതാണ് ആ ടീച്ചർ എന്നുള്ളതിൽ നമുക്ക് ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത് അല്ലേ? അതുപോലെ തന്നെ ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് എന്തും ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്ന ഒരു ഡോക്ടറായിട്ട് മാറാം. അങ്ങനെ നമ്മൾ ഏതാണ് നമ്മുടെ ആഗ്രഹം, ആ ആഗ്രഹത്തിൻ്റെ തന്നെ ദ ബെസ്റ്റ് ആവാനായിട്ടാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. അപ്പോൾ കലാം സാറ് ഇതേപോലെ നമുക്ക് കലാം സാറിന് വലിയൊരു സ്വപ്നം ഉണ്ടായിരുന്നു, ഒരു പൈലറ്റ് ആവണം എന്നുള്ളതായിരുന്നു കലാം സാറിൻ്റെ സ്വപ്നം. അങ്ങനെ കലാം സാർ എന്ത് ചെയ്തു? പൈലറ്റ് ആവാനായിട്ടുള്ള എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ പാസ്സായി ഇന്റർവ്യൂവിന് പോയപ്പോൾ 10 പേരാണ് ആ ഇന്റർവ്യൂവിന് ഉണ്ടായിരുന്നത്. ആ 10 പേരിൽ 9 ആൾക്കാരെയും അവർ സെലക്ട് ചെയ്തു. 10ാമത്തെ ആളായിരുന്നു നമ്മുടെ കലാം സാറ്. 9 ആളെയും സെലക്ട് ചെയ്തിട്ട് അവസാനത്തെ ആ ഒരാൾ അല്ലേ റിജക്റ്റ് ആയിപ്പോയി. അപ്പോഴെല്ലാം നമ്മുടെ മനസ്സിൽ എല്ലാവർക്കും ആ ഒരു അവസ്ഥയൊന്നുമില്ല. ആലോചിച്ച് നോക്കി, അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും സെലക്ട് ചെയ്തു, നമ്മളെ മാത്രം എന്ത് ചെയ്തു? റിജക്റ്റ് ചെയ്തു. പക്ഷേ കലാം സാർ എന്ത് ചെയ്തില്ല? അവിടെ ക്വിറ്റ് ചെയ്തില്ല. അവിടെ ആളുടെ സ്വപ്നം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ആൾ തളർന്നില്ല. ആൾ എന്ത് ചെയ്തു? ആളുടെ ഇതിനും വലിയ സ്വപ്നം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആൾ എന്തായി? ഇന്ത്യയുടെ ഫോർമർ പ്രസിഡന്റായി, നമ്മുടെ പ്രസിഡന്റായി, ഇന്ത്യൻ രാഷ്ട്രപതി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ പ്ലെയിൻ പറത്തണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. ആളെന്തായി? നമ്മുടെ എല്ലാ പൈലറ്റുമാരെയും അദ്ദേഹം ഒരു കമാൻഡറായിട്ട് മാറി അല്ലേ? കമാൻഡറിൻ്റെ ഹെഡായിട്ട് മാറി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? അവിടുന്ന് 6 മാസത്തെ
ട്രെയിനിങ് എടുത്ത് അദ്ദേഹം എന്തായി പൈലറ്റായി മാറി. അതായത് ആ ഒരു ഫുൾ എയർ ഫോഴ്സിനെ കൺട്രോൾ ചെയ്യുന്ന ഒരാളായിട്ട് തന്നെ അദ്ദേഹം മാറി. വെറുതെ ഒരു പ്ലെയിൻ ഓടിക്കുന്ന ഒരു പൈലറ്റ് അല്ല പിന്നെ ആയത്, അദ്ദേഹം അവിടെ ഫുൾ കൺട്രോൾ ചെയ്യുന്ന ഒരു വലിയ ഒരാളായിട്ട് ആര് മാറി? നമ്മുടെ കലാം സാർ മാറി. അതാണ് എന്താണ് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ തോൽവി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലൈഫിലുണ്ടാവും. ഇപ്പം നിങ്ങൾ 5ലും 6ലും പഠിക്കുമ്പോൾ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു എക്സാമിന് ചിലപ്പോൾ തോൽക്കുന്നുണ്ടാവാം, ചിലപ്പോൾ അല്ലെങ്കിൽ ക്ലാസ്സിൽ നിങ്ങൾ വിചാരിച്ച പോലെ നിങ്ങൾക്ക് ഉത്തരങ്ങൾ പറയാൻ പറ്റുന്നുണ്ടാവില്ല. അതൊക്കെ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെയാണ്. എല്ലാ ടെസ്റ്റ് പേപ്പറിൽ ഫുൾ മാർക്ക് വാങ്ങണം അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല അല്ലേ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും തോറ്റു കൊടുക്കരുത്. ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു എക്സാമിന് മാർക്ക് പോയി എന്ന് വിചാരിച്ച് നമ്മൾ നിരാശപ്പെട്ട് ഇല്ല എനിക്കിഷ്ടമല്ല, ഇപ്പം നമ്മൾ പറയും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മാർക്ക് കുറഞ്ഞു, ഇപ്പോൾ എന്താണ് ഫോർ എക്സാമ്പിൾ മിസ് എടുക്കുന്ന മാത്സ് തന്നെ ആയിക്കോട്ടെ, അപ്പം നമുക്ക് ഒരു പരീക്ഷയിൽ മാത്സിന് മാർക്ക് കുറഞ്ഞു, ഇല്ല നമ്മൾ അവിടെ തോറ്റു കൊടുത്തു, ഇല്ല മാത്സ് എന്നെ കൊണ്ട് പറ്റില്ല, മാത്സ് എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല, മാത്സിൽ ഞാൻ വീക്കാണ്, ഇനി എനിക്ക് ഇത്ര മാർക്കേ പറ്റുള്ളൂ, മാത്സിൽ എനിക്ക് പാസ്സാകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ച് തോറ്റു കൊടുക്കല്ല വേണ്ടേ. അടുത്ത തവണ ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫുൾ മാർക്ക് വാങ്ങി കാണിച്ചു കൊടുക്കണം. അവിടെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വിജയം, അല്ലെങ്കിൽ നമ്മൾ അവിടെയാണ് ഹീറോ ആയിട്ട് മാറുന്നത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് എന്താവാൻ പറ്റണം? വലിയ വലിയ ആൾക്കാരായിട്ട് തീരാനായിട്ട് പറ്റണം അല്ലേ. വിന്നേഴ്സ് ആർ നോട്ട് ദോസ് ഹു നെവർ ഫെയിൽ ബട്ട് ദോസ് ഹു നെവർ ക്വിറ്റ് അല്ലേ. മിസ് ഇപ്പോൾ പറഞ്ഞു എന്താണ് നമ്മളെ വിജയിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരിക്കലും വിജയികൾക്ക് തോൽവി ഉണ്ടാവില്ല എന്നല്ല മീനിങ്. അവരൊരിക്കലും എന്ത് ചെയ്യില്ല? ആ തോൽവിയിൽ അവിടെ വീണു പോവില്ല, ഒരിക്കലും അവർ ഉപേക്ഷിച്ച് പോവില്ല അവരുടെ സ്വപ്നത്തിനെ. അവരതിനെ വീണ്ടും വീണ്ടും പൊടി തട്ടിയെടുത്ത് അത് അച്ചീവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും? ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ദ ബെസ്റ്റ് ബ്രെയിൻസ് ഓഫ് ദ നേഷൻ മേ ബി ഫൗണ്ട് ഓൺ ദ ലാസ്റ്റ് ബെഞ്ചേഴ്സ് ഓഫ് ദ ക്ലാസ് റൂം എന്നാണ് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള നമ്മുടെ കലാം സാർ വരെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്താണ് പഠിപ്പിന്റെ പേരിൽ പഠനത്തിൽ മാർക്ക് കുറഞ്ഞു എന്നുള്ളതിന്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ബെഞ്ചിലായിരിക്കാം, അല്ലെങ്കിൽ ടീച്ചറുടെ അടുത്ത് നിങ്ങൾക്ക് വഴക്ക് കേട്ടിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് റൂമിൽ കുട്ടികളുടെ മുന്നിൽ കളിയാക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. പക്ഷെ എന്ത് ചെയ്യരുത് മക്കൾ? ആരും നിരാശപ്പെടരുത്. എന്താണ് കലാം സാർ വരെ പറഞ്ഞു, നിങ്ങൾ പ്രൗഡായിട്ട് നിങ്ങളുടെ ക്ലാസ് ടീച്ചറുടെ അടുത്ത് നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്ത് പറയണം, ചിലപ്പോൾ ഞാൻ ഇന്ന് ലാസ്റ്റ് ബെഞ്ചിലായിരിക്കാം, പക്ഷെ എന്താണ് നാളെ ഇത് പെർമനന്റ് അല്ല അല്ലേ. നമ്മളിപ്പോൾ എന്തായിരിക്കുന്നു അത് തന്നെ ആവണമെന്നില്ല. നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റൂല്ലേ. നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ ക്ലാസ് റൂമിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റാർ ആവാനായിട്ട് പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിന്നും നിങ്ങൾക്ക് അതുപോലെ ഒരു സ്റ്റാർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിനോ ഫാമിലി നിങ്ങളുടെ കൂടെ ഉണ്ട് എപ്പോഴും. ഇപ്പം നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് എന്താ? നമ്മുടെ പഠനത്തിൽ ഇപ്പോഴത്തെ എല്ലാവരുടെയും നമ്മുടെ ഡ്രീം എന്ന് പറയുന്ന വലിയ വലിയ ഡ്രീംസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അല്ലേ. ആ വലിയ ഡ്രീംസ് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് നമ്മൾ പഠിക്കുക അല്ലേ. നല്ലപോലെ പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുക. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നമ്മളെല്ലാവരും മക്കളുടെ കൂടെയുണ്ട്. നമ്മൾ എക്സാമിനോ ഫാമിലി മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട്. അത് വെറുതെ നിങ്ങൾ പാസ്സാക്കിച്ച് തരാനോ ഒന്നുമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ ഉയരങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ എക്സാമിനോ ഫാമിലി മുഴുവൻ എന്തുണ്ട്? നിങ്ങളുടെ കൂടെയുണ്ട്. ഓക്കെ, ഫെയിലിയർ എന്ന് പറയുന്നത് എന്താണ്? സക്സസിൻ്റെ ഓപ്പോസിറ്റ് അല്ല, അതായത് വിജയത്തിൻ്റെ നേരെ എതിർവശമല്ല തോൽവി എന്ന് പറയുന്നത്. വിജയത്തിൻ്റെ എന്താണ്? ചവിട്ടുപടികളാണ് തോൽവികൾ എന്ന് എല്ലാവരും ആലോചിക്കുക. ഇപ്പോൾ നമ്മുടെ കലാം സാറിനായാലും എന്താണ് ആ ജീവിതത്തിൽ എന്താണ് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതേപോലെ നിരാശപ്പെടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും എന്ത് ചെയ്യരുത്? നമ്മൾ ആരും തോറ്റു കൊടുക്കരുത്. ഉയർത്തെഴുന്നേറ്റ് എന്ത് ചെയ്യുക? അതിനുവേണ്ടി വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു എക്സാമിന് മാർക്ക് കുറഞ്ഞു, അവിടെ നിങ്ങൾ ഇട്ടിട്ട് പോരുത്. അടുത്ത എക്സാം ആകുമ്പോഴേക്കും നിങ്ങൾ അതിന് കൂടുതൽ ശക്തിയോടെ പഠിച്ച് ആ കഴിഞ്ഞ എക്സാമിന് ഞാൻ പഠിക്കാത്തത് വീണ്ടും എഫേർട്ട് എടുത്ത് പഠിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? കൂടുതൽ മാർക്ക് വാങ്ങും. ഇപ്പോൾ ഓണപരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞ മക്കളുണ്ടായിരിക്കും. നിങ്ങൾ എന്ത് ചെയ്യുക? ഓണപരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ എക്സ്ട്രാ ടൈം എടുത്ത് പഠിച്ച് ആ കാര്യങ്ങളും ഇനി വരുന്ന എക്സാമിനും, ക്രിസ്മസ് എക്സാം ആയിക്കോട്ടെ, നമ്മുടെ പബ്ലിക് എക്സാം ആയിക്കോട്ടെ, എല്ലാത്തിനും അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് മാർക്ക് വാങ്ങി കാണിച്ചു കൊടുക്കണം. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതത്തിലെ സ്പിരിറ്റ് ആയിട്ട് എടുക്കേണ്ടത്. നമ്മൾ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞാൽ മാത്രം പോരാ, നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ തോൽവികളിൽ ആരും നിരാശപ്പെടരുത്. വിജയം എന്ന് പറയുന്നത് എന്താണ്? തോൽവിയിലൂടെ മാത്രമേ സാധ്യമാവുള്ളൂ. തോറ്റ് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പഠിക്കാൻ. നമ്മൾ വീണാണ് നടക്കാൻ പഠിക്കുക എന്നൊക്കെ പറയില്ല. അതുപോലെ തന്നെ ചെറിയ ചെറിയ തോൽവികളിൽ നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതെല്ലാം പഠിച്ച് പൂർവാധിക ശക്തിയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വലിയ വലിയ ആൾക്കാരായിട്ട് മാറണം. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഡ്രീമാണ്. ഡ്രീം ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. എല്ലാവർക്കും എന്താണ്? നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? ഒരു ഡ്രീം ഉണ്ടായിരിക്കണം, ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം. ആ സ്വപ്നം എത്തിപ്പിടിക്കാനായിട്ട് മക്കൾ എല്ലാവരും ഇപ്പോഴേ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ കൂടെ ഞങ്ങളും ഉണ്ട്, നമ്മുടെ എക്സാമിൻ്റെ ഫാമിലിയും ഒപ്പം ഉണ്ട്.